الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റു സഹപ്രവർത്തകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ് നമ്മൾ കഴിഞ്ഞ 26 ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിവെച്ച ഈ ഹദീസ് പഠന ക്ലാസ് ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിന് 27-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതുവരെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വ്യത്യസ്തമായ ശൈലികളിലുള്ള, വ്യത്യസ്തമായ രീതികളിലുള്ള ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് പ്രസംഗങ്ങളുമൊക്കെ കേട്ട നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ഹദീസ് ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ കാരണം തന്നെ ഹദീസ് പഠിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളിൽ പഠന സമയത്ത് ഞാൻ എൻ്റേതായ കൂടുതൽ വിശദീകരണങ്ങളോ കൂടുതൽ കാഴ്ചപ്പാടുകളിലേക്കോ പോകാറില്ലതാണ്. ഹദീസിൻ്റെ നേരായ അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ ഹദീസ് പഠന ക്ലാസ് കഴിയുന്നത്ര ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതിനേതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ എന്താണ്, അല്ലെങ്കിൽ ഹദീസുകൾ അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ അവിടുത്തെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. അതിന് ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആധുനിക യുഗത്തിലെ എല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ച് അതിൻ്റെ ഒരു സവാബ് നമ്മളിലേക്കും ലഭിക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഹദീസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അധ്യായം 75 വിട്ടുവീഴ്ചയും വിവരമില്ലാത്തവരിൽ നിന്ന് പിന്മാറലും. അല്ലാഹു പറഞ്ഞു, വിട്ടുവീഴ്ച കൈക്കൊള്ളുകയും നല്ലത് കൽപ്പിക്കുകയും അറിവില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. അറാഫ് സൂറത്തിലെ 199-ാമത്തെ ആയത്താണ്. ഉത്തമമായ രീതിയിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഹിജ്റ 85-ാമത്തെ ആയത്ത്. അവർ മാപ്പ് നൽകുകയും പിന്മാറുകയും ചെയ്യട്ടെ, അതുവഴി നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ. നൂർ സൂറത്തിലെ 22-ാമത്തെ ആയത്ത്. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് സ്വർഗം. സജ്ജനങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. ആലി ഇംറാൻ 134-ാമത്തെ ആയത്ത്. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവൻ വിജയിച്ചു. ദൃഢചിത്തയുടെ കാര്യങ്ങളിൽ പെട്ടതാണത്. ഷൂറ സൂറത്തിലെ 43-ാമത്തെ ആയത്ത്. 643-ാം ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, ഉഹദ് യുദ്ധത്തിനേക്കാൾ പ്രയാസമേറിയ ഒരു ദിനം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ ജനതയിൽ നിന്ന് പലതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കഠിനമായ മർദ്ദനം അഖബാ ദിനത്തിലുണ്ടായതാണ്. അന്ന് ഞാൻ സഹായമർത്ഥിച്ചുകൊണ്ട് ഇബ്നു അബ്ദു യാലിലിൻ്റെ അടുത്ത് ചെന്നു. അയാൾ എന്നെ സഹായിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചതിന് അയാൾ എനിക്ക് മറുപടി നൽകിയതുമില്ല. അത് കാരണം ദുഃഖിതനായാണ് ഞാൻ തിരിച്ചു പോന്നത്. ഖർനുസ്സആനബി എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. അവിടെ വെച്ച് ഞാൻ തലയുയർത്തിയപ്പോൾ ഒരു മേഘം എനിക്ക് നേരിട്ട് തരുന്നത് കണ്ടു. ഞാൻ അതിലേക്ക് നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാം ആ മേഘത്തിലുണ്ടായിരുന്നു. എന്നെ വിളിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ സമുദായം നിങ്ങളോട് പറഞ്ഞതെല്ലാം അല്ലാഹു കേട്ടിട്ടുണ്ട്.
പർവ്വത സംരക്ഷണ ചുമതലയുള്ള മലക്കിനെ അള്ളാഹു നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിച്ചിരിക്കുന്നു. ആ ജനതയ്ക്ക് എന്താണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് ആ മലക്കിനോട് പറയുക. അപ്പോൾ പർവ്വത സംരക്ഷണനായ മലക്ക് എന്നെ വിളിച്ചു സലാം ചൊല്ലിയ ശേഷം പറഞ്ഞു, മുഹമ്മദ് നബിയെ, താങ്കളുടെ ജനതയുടെ വാക്കുകൾ അള്ളാഹു കേട്ടിട്ടുണ്ട്. ഞാൻ പർവ്വത സംരക്ഷകനായ മലക്കാണ്. താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യം നിർവഹിച്ചു തരാൻ അള്ളാഹു എന്നെ നിയോഗിച്ചതാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉറച്ചു കിടക്കുന്ന ഈ 2 പർവ്വതങ്ങൾ അവരുടെ മേൽ ഞാൻ നിരപ്പാക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആഗ്രഹം അതല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, മറ്റൊന്നിനെയും അവനോട് പങ്കുചേർക്കാത്ത തലമുറകളെ അവരുടെ മുതുകിൽ നിന്ന് അള്ളാഹു പുറപ്പെടുവിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബുഖാരി 224, 225, മുസ്ലിം 1795 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെയേറെ പാഠമാണ് നമുക്ക്. ഇന്ന് തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും പേരിൽ മറ്റുള്ളവരെ കശാപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവരുടെ കൈവെട്ടാനും കാലുവെട്ടാനും വെമ്പൽ കൊള്ളുന്ന ആളുകൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവരിൽ നിന്ന് ഒരു തലമുറ, ഇസ്ലാമിലേക്ക് വരുന്ന ഒരു തലമുറയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ച ഒരു ജനതയിൽ നിന്നും അവരെ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ആ ജനതയെ നശിപ്പിക്കണ്ട, അവരിൽ നിന്നും ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സുപ്രഭാതത്തെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ അവരിൽ നിന്നും, അവരുടെ മുതുകിൽ നിന്നും വരുന്ന ഒരു തലമുറ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഒരു തീവ്രവാദ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരോട് ക്ഷമിക്കുകയും മാത്രമല്ല അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ ദീനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മുടെ ജീവിതം നമ്മൾ തയ്യാറാക്കണം. അതിന് നമ്മുടെ ജീവിതം നമ്മൾ അതിലേക്ക് ഒരു മുസൽമാന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഒരു മുസൽമാന്റെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി കൊണ്ട് മാറുകയും നമ്മുടെ ജീവിത രീതികൾ കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നമ്മിലേക്ക് ആകൃഷ്ടരാകാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ നല്ലവരാകും. ഏറ്റവും നമ്മെ എതിർത്തവർ, മുസ്ലിം സമുദായത്തെ ദ്രോഹിച്ചവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ അതിൽ നിന്നെല്ലാം പിന്തിരിയണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ടോ വർഗീയവാദ പ്രവർത്തനങ്ങളുമായിട്ടോ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമിന്റെ സന്ദേശമല്ല. നിങ്ങൾ ഒരാളെ വധിക്കുന്നതല്ല ഇസ്ലാമിനിഷ്ടം, നിങ്ങളൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിനിഷ്ടം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ജീവിത രീതികളിലൂടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, അതും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലതായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ സത്യാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, തിരു റസൂലിനെ അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സമൂഹം, അതാണ് നമ്മൾ കൈക്കൊള്ളേണ്ട മാർഗവും. അതല്ലാതെ ഒരിക്കലും ആയുധമെടുത്തുകൊണ്ട് പരസ്പരം പോരാടാൻ, ആയുധമെടുത്തുകൊണ്ട് മറ്റുള്ളവരെ നിരപരാധികളായിരിക്കുന്നവരും അല്ലെങ്കിൽ അപരാധികളായിരിക്കുന്നവരും ആളുകളുടെ വധിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല, അവരെ ആക്രമിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ കേട്ടല്ലോ ഈ ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി ചിത്രീകരിച്ച, ദ്രോഹിച്ച അവരുടെ ആ ജനതയെ അള്ളാഹു നിയോഗിച്ചു കൊടുത്തു തന്നെ ഒരു മലക്കുകളുടെ. ഏത് മലക്കുകളെയാണ്? പർവ്വതങ്ങളുടെ സംരക്ഷകരായ മലക്കുകളെ നിയോഗിച്ചു കൊടുത്തിട്ടു. അവർ ചോദിക്കുന്നു, പർവ്വതങ്ങളുടെ മലക്കുകളെ ചോദിക്കുന്നു, അള്ളാന്റെ റസൂലെ, അള്ളാന്റെ തിരുദൂതരെ അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അവരെ ആ പർവ്വതങ്ങൾ ഇതാ നിരപ്പാക്കിക്കൊണ്ട് അവരെ മുഴുവനും നശിപ്പിച്ചു കളയാമെന്നാ പറഞ്ഞപ്പോൾ അത് പറയുന്നു, അള്ളാന്റെ റസൂല് പറയുന്നു, വേണ്ട, അവരുടെ തലമുറയിൽ നിന്ന് നല്ല നന്മയിലേക്ക് വരുന്ന ഒരു ജനതയെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആ ജനതയ്ക്ക് മാപ്പ് കൊടുത്തെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടതും അത് തന്നെയാണ്.
എങ്ങനെയാണ് ആ ജനതയിൽ നിന്ന്, ആ ആളുകളിൽ നിന്ന് ഒരു നല്ല ജനതയെ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. അതിന് നമ്മൾ ഒരിക്കലും തന്നെ അവരുടെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. നമ്മുടെ ഭാഗത്ത് നിന്ന് അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള അവസരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത് നമ്മിൽ നിന്നുണ്ടാകട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ചിന്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധവേളയിലല്ലാതെ ഒരു സ്ത്രീയെയോ വൃദ്ധനെയോ ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃക്കൈ കൊണ്ട് അടിച്ചിട്ടില്ല. അവിടുത്തെ ശല്യപ്പെടുത്തിയതിന് ഒരാളോടും പ്രതികാരം വീട്ടിയിട്ടുമില്ല. എന്നാൽ അള്ളാഹു ആദരിച്ചത് അനാദരിക്കപ്പെട്ടാൽ അള്ളാഹുവിന് വേണ്ടി അവിടുന്ന് ശിക്ഷാ നടപടി സ്വീകരിച്ചിരുന്നു. മുസ്ലിം 2328 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടക്കുകയായിരുന്നു. കട്ടിയുള്ള കരയോട് കൂടിയ ഒരു നജ്റാനി പുതപ്പ് അവിടുന്ന് ധരിച്ചിരുന്നു. വഴിമധ്യേ ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അയാൾ ചെന്ന് അവിടുന്ന് ധരിച്ച പുതപ്പ് ശക്തിയായി വലിച്ചു. ഞാൻ നോക്കിയപ്പോഴുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയുടെ വശങ്ങൾ പുതപ്പിന്റെ കരപരുക്കൻ പാടുകൾ തീർത്തിരിക്കുന്നു. എന്നിട്ട് ആ റാബി പറഞ്ഞു, മുഹമ്മദേ, താങ്കളുടെ പക്കലുള്ള അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും തരാൻ ഉത്തരവിടുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉത്തരവിട്ടു. ബുഖാരി 10:234, 420, 421, മുസ്ലിം 1057 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മനോഭാവം. അഅറാബി വന്നുകൊണ്ട് പുതപ്പ് ശക്തിയായിട്ട് വലിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയുടെ വശങ്ങളിൽ പുതപ്പിന്റെ കരപരുക്കൻ പാടുകൾ തീർത്തിരിക്കുന്നു. എന്നിട്ട് അഅറാബി പറഞ്ഞു, മുഹമ്മദേ, താങ്കളുടെ പക്കലുള്ള അള്ളാഹുവിന്റെ സ്വത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും തരാൻ ഉത്തരവിടുക എന്ന്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ ഇവിടെ വലിച്ചത് കാരണം എൻ്റെ ഇവിടെ മുറിയായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ആട്ടിപ്പായിപ്പിക്കുകയല്ല. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് ആ അറാബിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉത്തരവിടുകയാണ് അല്ലാഹുവിന്റെ റസൂല് ചെയ്തിരിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു പ്രവാചകനെ സ്വന്തം ജനത അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് ഞാനിപ്പോഴും കൺമുമ്പിൽ കാണുന്ന പോലെയുണ്ട്. ആ നബി തന്റെ മുഖത്തു നിന്ന് ചോര തുടച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ അറിവില്ലാത്തവരാണ്. ബുഖാരി 12:249, 250, മുസ്ലിം 1792 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിൽ എതിരാളികളുടെ കീഴ്പ്പെടുത്തുന്നവനല്ല ശക്തൻ, കോപം വരുമ്പോൾ ശരീരത്തെ അടക്കി നിർത്തുന്നവനാണ്. ബുഖാരി 10:431, മുസ്ലിം 2609. എന്താ പറഞ്ഞത്? മല്ല യുദ്ധത്തിൽ, രണ്ടാൾ തമ്മിലുള്ള യുദ്ധത്തിൽ എതിരാളികളെ കീഴ്പ്പെടുത്തുന്നവനല്ല ശക്തൻ, കോപം വരുമ്പോൾ ശരീരത്തെ അടക്കി നിർത്തുന്നവനാണ് ശക്തനെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അധ്യായം 76, ദുരിതം സഹിക്കൽ. അള്ളാഹു പറഞ്ഞു, കോപമടക്കുന്നവർക്കും ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കുമാണ് സ്വർഗം. അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ആൽ ഇമ്രാൻ 143 ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവൻ വിജയിച്ചു. ദൃഢചിത്തതയുടെ കാര്യത്തിൽപ്പെട്ടതാണത്. ഷൂറ സൂറത്തിലെ 43 ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ചില കുടുംബങ്ങളുണ്ട്. ഞാൻ അവരോട് ബന്ധം പുലർത്തുന്നു, അവർ ആ ബന്ധം വിച്ഛേദിക്കുന്നു. ഞാൻ അവരോട് നന്നായി പെരുമാറുന്നു, അവരാകട്ടെ മോശമായി പെരുമാറുന്നു. ഞാൻ അവരുടെ പെരുമാറ്റം സഹിക്കാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അവരുടെ പെരുമാറ്റം സഹിക്കുന്നു, അവരെന്നോട് അവിവേകം കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെങ്ങനെയാണ് പ്രത്യേകം പ്രത്യുത്തരം നൽകിയത്? നീ പറഞ്ഞത് പ്രകാരമാണ് കാര്യമെങ്കിൽ നീ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുന്നതിന് തുല്യമാണത്. നീ അവസ്ഥയിലായിരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ സഹായി നിന്റെ കൂടെയുണ്ടാകും. മുസ്ലിം 2558 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധ്യായം 77, ആദരണീയമായത് അനാദരിക്കപ്പെട്ടാൽ. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ആദരിച്ചതിനെ ആര് ആദരിക്കുന്നുവോ അതവന് തന്റെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമായി ഇരിക്കും. ഹജ്ജ് സൂറത്തിലെ 30 ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ പാദങ്ങളെ അവൻ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. മുഹമ്മദ് സൂറത്തിലെ 7 ആയത്ത്.
ഖുബാറദിയല്ലാഹുവിന്റെ നിവേദനം, ഇദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ടയാളാണ്. ഇന്ന വ്യക്തി നിസ്കാരം ദീർഘിപ്പിക്കുന്നത് കാരണം സുബ്ഹി നിസ്കാരത്തിനെത്താൻ ഞാൻ താമസിച്ചു പോകുന്നുവെന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. അന്ന് കോപിച്ചത്ര ഒരു പ്രസംഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളിൽ ജനങ്ങളെ വെറുപ്പിക്കുന്നവരുണ്ട്, നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർ. ഫർളുകൾ പാലിച്ച് അത്യാവശ്യ സുന്നത്തുകൾ മാത്രം ചെയ്ത് അത് ലഘൂകരിക്കണം. കാരണം നിങ്ങളുടെ പിന്നിൽ വൃദ്ധന്മാരും കുട്ടികളും പല ആവശ്യക്കാരും ഉണ്ടായിരിക്കും. ബുഖാരി 10:430, മുസ്ലിം 464 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നിസ്കാരം ദീർഘിപ്പിക്കലേറെ പുണ്യമുള്ള കാര്യമാണെങ്കിലും പിന്നിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ച് ലഘൂകരിക്കലാണ് ഉത്തമം. ഒറ്റക്കാണെങ്കിൽ ദീർഘിപ്പിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഫുഖഹാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ ബാക്കിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ടാകും, പല രീതിയിലുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ടൊക്കെ നമസ്കാരങ്ങൾ നമ്മൾ ലഘൂകരിക്കുക ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ എന്നാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. എൻ്റെ വീട്ടിൽ കയറി. ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്ത ചിത്രങ്ങളുള്ള നേരിയ തുണി കൊണ്ട് മറച്ചിരുന്നു. അത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് അത് വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു, ആയിഷ, അള്ളാഹുവിന്റെ സൃഷ്ടിയോട് തുല്യമായത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരോട് അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ, അള്ളാഹുവിന്റെ സൃഷ്ടിയോട് തുല്യമായത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് ആ പുതപ്പ് വലിച്ചു കീറുകയുണ്ടായി. ബുഖാരി 10:325 429, മുസ്ലിം 3668 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, മഖ്സൂം വംശജയായ ഒരു സ്ത്രീ മോഷണം നടത്തിയ സംഭവം ഖുറൈശികളെ വിഷമിപ്പിച്ചു. ഇക്കാര്യത്തിൽ ശിക്ഷ ഇളവ് ലഭിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആര് സംസാരിക്കുമെന്നവർ ചർച്ച ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തോയനായ സെയ്ദിന്റെ മകൻ ഉസാമയല്ലാതെ ആരാണ് ഇതിന് ധൈര്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടവർ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഇതിന് നിയോഗിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷാ നടപടിയുടെ കാര്യത്തിലാണോ നീ എന്നോട് ശുപാർശ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ പൂർവികർക്ക് അവരിലെ പ്രധാനികൾ മോഷ്ടിച്ചാൽ വെറുതെ വിടുകയും പാവങ്ങൾ മോഷ്ടിച്ചാൽ ശിക്ഷാ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അത് കാരണമാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. അല്ലാഹുവാണ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ഞാൻ അവരുടെ കൈയും മുറിക്കുന്നതാണ്. ബുഖാരി 12:77, മുസ്ലിം 1688 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, ശരീഅത്ത് നിയമമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഈ നിയമം നടപ്പാക്കേണ്ടതാണ്. നാണ് പറഞ്ഞത്, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ആ കഴി ഞാൻ വെട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിക രീതിയിലുള്ള ശിക്ഷാരീതികളുടെ കാര്യത്തിൽ അതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് ഇസ്ലാമിക ഭരണത്തിൽ അതിൻ്റെതായ ആളുകൾക്ക് നടപ്പാക്കുന്ന ശിക്ഷാരീതികളാണ്. അത് നമുക്ക് ഏറ്റെടുക്കാനും അവകാശമില്ല. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഖിബലയുടെ ഭാഗത്ത് കാർക്കിച്ചു തുപ്പിയ കഫം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തന്നിമിത്തമുണ്ടായ വിഷമം അവിടുത്തെ മുഖത്ത് പ്രകടമായി. അവിടുന്ന് സ്വന്തം കൈകൊണ്ട് അത് ചുരണ്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം നാഥനോട് സംഭാഷണം നടത്തുന്നത് നിങ്ങളുടെ കിബിലയുടെയും ഇടയിൽ സ്വന്തം റബ്ബുണ്ട്. അതിനാൽ ആരും കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത്. ആവശ്യമെങ്കിൽ ഇടത്തോട്ടോ കാലിനടിയിലേക്കോ തുപ്പിക്കൊള്ളുക. മണൽ വിരിച്ച സ്ഥലമാണെങ്കിലാണ് ഈ അനുവാദം. മേലെ മണലിട്ടാൽ ആ വൃത്തികേട് അപ്രത്യക്ഷമാകുമല്ലോ. പിന്നെ അവിടുന്ന് തന്റെ രണ്ടാം മുണ്ടിന്റെ തല പിടിച്ച് അതിൽ തുപ്പുകയും അത് കൂട്ടിത്തിരുമുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ബുഖാരി 1:428 429, മുസ്ലിം 559 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പള്ളിയിൽ നിന്ന് തുപ്പേണ്ടി വന്നാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ നോമ്പുകാരനായിരിക്കുന്ന ആളുകൾക്കൊക്കെ കഫക്കെട്ടൊക്കെ ഉള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ കഫം പുറത്തേക്ക്
എടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജലദോഷം കൊണ്ടുവരുന്ന ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഈ മാർഗം സ്വീകരിക്കാവുന്നതാണ്. അധ്യായം 78 ഭരണകർത്താക്കൾക്ക് ദയ അനിവാര്യം. ഭരിക്കുന്നവർക്ക് ദയ വേണം എന്നതിനെക്കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, നിന്നെ പിൻപറ്റുന്ന മുഅ്മിനുകൾക്ക് സ്വന്തം ചിറക് നീ താഴ്ത്തി കൊടുക്കണം, അവരോട് വിനയം കാണിക്കണമെന്ന് സാരം. ഷൂറാ സൂറത്തിലെ 215 ആയത്ത്. നിശ്ചയം നീതി പാലിക്കാനും നന്മ ചെയ്യാനും അടുത്ത കുടുംബങ്ങൾക്ക് ദാനം ചെയ്യാനും അള്ളാഹു കൽപ്പിക്കുന്നു. അക്രമം, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ എന്നിവ അവൻ നിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. നഹ്ൽ സൂറത്തിലെ 90 ആയത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്. ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇമാം ഒരു ഭരണാധികാരിയാണ്. തന്റെ പ്രജകളെ സംബന്ധിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെടും. പുരുഷൻ തന്റെ കുടുംബത്തിലെ ഭരണകർത്താവാണ്. തന്റെ അധീനതയിലുള്ളവരെ സംബന്ധിച്ച് അവനോട് ചോദിക്കും. സ്ത്രീ തന്റെ ഭർതൃഗൃഹത്തിലെ മേൽനോട്ടം വഹിക്കേണ്ടവളാണ്. തന്റെ ഭരണീയരെ സംബന്ധിച്ച് അവളും ചോദ്യം ചെയ്യപ്പെടും. അടിമ യജമാനന്റെ സമ്പത്തിന്റെ സംരക്ഷകനാണ്. ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അവനും ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളെല്ലാം ഭരണാധിപരും നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. ബുഖാരി 2317, 1300, മുസ്ലിം 1829 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മഅഖൽ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ഒരു ദാസനെ അള്ളാഹു ഒരു വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. എന്നിട്ട് അവൻ ഭരണീയരെ വഞ്ചിച്ചുകൊണ്ടാണ് മരണമടഞ്ഞതെങ്കിൽ അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുക തന്നെ ചെയ്യും. ബുഖാരി 13:112, മുസ്ലിം 3:1460 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തിൽ, എന്നിട്ടവൻ ഗുണകാംക്ഷയോടെ ഭരിച്ചില്ല എങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കാനാവില്ല എന്നുകൂടിയുണ്ട്. മുസ്ലിം നിവേദനം, മുസ്ലിങ്ങളുടെ കാര്യമേറ്റെടുത്ത ഭരണാധികാരി ത്യാഗം ചെയ്ത് ഗുണകാംക്ഷയോടെ ഭരിച്ചാൽ അവരോടൊപ്പം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ എന്തെങ്കിലും കാര്യമേറ്റെടുത്തിട്ട് അവരെ വിഷമിപ്പിച്ചവനെ നീയും വിഷമിപ്പിക്കണമേ. എന്റെ സമുദായത്തിന്റെ വല്ല കാര്യവും ഏറ്റെടുത്തിട്ട് അവരോട് ദയ കാണിച്ചവരോട് നീയും ദയ കാണിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മുസ്ലിം 1828 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രായേലിനെ നയിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു. ഒരു പ്രവാചകൻ മരണപ്പെടുമ്പോൾ മറ്റൊരു പ്രവാചകൻ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കും. എന്നാൽ എനിക്ക് ശേഷം ഒരു പ്രവാചകനും ഉണ്ടായില്ല, ഖലീഫമാരാണ് ഉണ്ടാവുക. അവരാവട്ടെ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അക്കാലത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമുള്ളവരോട് നിങ്ങൾ അനുസരണ പ്രതിജ്ഞ ചെയ്യുക, പിന്നെയുള്ളവരോട് ബാധ്യത നിറവേറ്റുക. നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക. നിശ്ചയം തങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ച് അള്ളാഹു അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. ബുഖാരി 6:360 മുസ്ലിം 1842 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ ഭരണാധികാരിയായ ഉബൈദുല്ലാഹ് ഇബ്നു സയ്യാദിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമോനെ, ജനങ്ങളോട് മമതയില്ലാത്തവനാണ് ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരി. അതിനാൽ നീ അവരിൽ അകപ്പെടാതെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ബുഖാരി, മുസ്ലിം 1830 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മറിയം റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അള്ളാഹു ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിട്ട് അയാൾ അവരുടെ ആവശ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചാൽ അവന്റെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ദാരിദ്ര്യത്തിനു മുമ്പിൽ അള്ളാഹു തടസ്സമാകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടതോടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചറിയിക്കാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഒരാളെ നിയോഗിച്ചു. അബൂ ദാവൂദ് 2948, തിർമിദി 1332 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഭരണമേറ്റെടുത്താലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ ഭരണമേറ്റെടുത്താലും ഒരു MLA ആയി മാറിയാലുമൊക്കെ നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാകട്ടെ, എന്ത് പ്രവർത്തനമാകട്ടെ, അതെല്ലാം ഇസ്ലാമിന്റെ ദിശയിലൂടെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഒരു മഹത്തായ സന്ദേശമാണ്
നമുക്ക് ഈ ഹദീസുകൾ നൽകുന്നത്. സംഘടനാ പാഠവുമാകട്ടെ, സംഘടനാ പ്രവർത്തനങ്ങളാവട്ടെ, സംഘടനയുടെ നേതൃത്വങ്ങളാവട്ടെ, അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. മഹല്ലിന്റെ നേതൃത്വത്തിൽ വരുന്നവരാകട്ടെ, അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. ഖാദിസ്ഥാനം ഏറ്റെടുക്കുന്നവരാകട്ടെ, അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മെമ്പറാകട്ടെ, അതിനോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ, ആ പഞ്ചായത്തിലുള്ളവരോട് നീതി പുലർത്താൻ പഞ്ചായത്ത് പ്രസിഡന്റിന് സാധിക്കണം. അങ്ങനെ ഏതെല്ലാം മേഖലകളിലുള്ള ഭരണകർത്താക്കളായാലും ശരി, അവരുടെ കീഴിൽ വരുന്ന ഭരിക്കപ്പെടുന്നവരായിരിക്കുന്ന ജനങ്ങളോട് നീതി പുലർത്താൻ അവർക്ക് സാധിക്കണം. ഭരണീയരായിരിക്കുന്ന ജനങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നാളെ ഭരണകർത്താക്കളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമായാലും ശരി, മറ്റു പ്രവർത്തനങ്ങളായാലും ശരി, എല്ലാ കാര്യത്തിലും ഇസ്ലാമിൻ്റെ പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഹദീസുകളൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചിന്തിക്കുക, രാഷ്ട്രീയത്തിൽ എന്തുമാകാമെന്ന ചിന്തയുണ്ടെങ്കിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചിന്ത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയത്തിലായാലും രാഷ്ട്രീയേതര പ്രവർത്തനങ്ങളിലായാലും ശരി, ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യവും നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവുമില്ല. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലാക്കുമാറാകട്ടെ. അധ്യായം 79 നീതിമാനായ ഭരണാധികാരി. അള്ളാഹു പറഞ്ഞു, നിശ്ചയം നീതിയും ഗുണവുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. നഖൽ സൂറത്തിലെ 90-ാമത്തെ ആയത്ത്. നിങ്ങൾ നീതി പാലിക്കുവിൻ, നിശ്ചയം അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നതാണ്. ഹുജറാത്ത് സൂറത്തിലെ 9-ാമത്തെ ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗങ്ങൾക്ക് അള്ളാഹു തണൽ നൽകുന്നതാണ്. 1 നീതിമാനായ ഭരണാധികാരി അല്ലെങ്കിൽ ഇമാം, 2 അള്ളാഹുവിനെ ആരാധന ചെയ്ത് വളർന്ന യുവാവ്, 3 പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിച്ച പുരുഷൻ, 4 അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും അതിനായി വിട്ടുപിരിയുകയും ചെയ്തവർ, 5 സൗന്ദര്യവും സ്ഥാനമാനങ്ങളുമുള്ള സ്ത്രീ വിചാരത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞ് പിന്മാറിയവൻ, 6 വലതു കൈ ചെലവഴിക്കുന്നത് ഇടതു കൈ അറിയാത്ത വിധം ഗോപ്യമായി ധർമ്മം ചെയ്തവൻ, 7 ഏകാന്തതയിൽ അള്ളാഹുവിനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ചവൻ. ബുഖാരി 6:119 124 മുസ്ലിം 1031 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം സ്വന്തം കുടുംബത്തിലും തങ്ങളെ ഏൽപ്പിച്ചതിൽ നീതി പുലർത്തുന്നവർ അള്ളാഹുവിങ്കൽ പ്രകാശത്താലുള്ള വേദികളിലായിരിക്കും. മുസ്ലിം 1827 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഉത്തമരായ ഇമാമുകൾ. അവർ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ശപിക്കുകയും ചെയ്യുന്നവരാണ് ദുഷിച്ച ഇമാമുകൾ, ഭരണകർത്താക്കള്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അവരെ അഥവാ ദുഷിച്ച ഭരണകർത്താക്കളെ നിരാകരിച്ചാലോ? പാടില്ല. അവർ നിസ്കാരം നിർവഹിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരെ നിരാകരിക്കരുത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഇങ്ങനെ അവിടുന്ന് 2 പ്രാവശ്യം പറഞ്ഞു. മുസ്ലിം 1885 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗക്കാർ സ്വർഗത്തിലാണ്. 1 അനുഗ്രഹീതനും നീതിമാനുമായ ഭരണകർത്താവ്, 2 മുസ്ലിംകളോടും കുടുംബക്കാരോടും ദയ കാണിക്കുന്നവനും സൗമ്യഹൃദയനുമാണവൻ, 3 പ്രാരാബ്ധക്കാരനാണെങ്കിലും യാചനയിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവർ അന്തസ്സുള്ളവർ എന്ന് സാരം. മുസ്ലിം 2865 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ ആദിയായിട്ട് നിയമിച്ച പല ആളുകളും ഉണ്ടാകും. അവരെയൊക്കെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അവർ നിസ്കരിക്കുന്ന കാലഘട്ടത്തോളം നമ്മളവരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മളവരെ നിരാകരിക്കാതെ അവരെ പിന്തുടരൽ, അവരുടെ ഭരണത്തെ അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ,
അധ്യായം 80. ഭരണകർത്താക്കളെ അനുസരിക്കണം. അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അവന്റെ റസൂലിനെയും നിങ്ങളുടെ ഭരണകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. നിസാ 59-ാമത്തെ ആയത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തെറ്റായ കാര്യം കൽപ്പിക്കാതിരിക്കുന്ന കാലത്തോളം ഭരണകർത്താക്കളെ അനുസരിക്കലും അവരുടെ വാക്ക് കേൾക്കലും മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവർ തെറ്റായ കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യരുത്. ബുഖാരി 13:109, മുസ്ലിം 1839 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഹറാമായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ ഭരണകർത്താക്കളെ അനുസരിക്കേണ്ടതില്ലെന്ന് ചുരുക്കം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധ്യമായതിൽ എന്നവിടുന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ബുഖാരി 13:167, മുസ്ലിം 1867 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഭരണാധിപനെ ധിക്കരിച്ചാൽ അന്ത്യനാളിൽ അല്ലാഹുവിനെ അഭിമുഖീകരിക്കുമ്പോൾ അവന്റെ ഒരു ന്യായവും പറഞ്ഞൊഴിവാൻ സാധ്യമല്ല. ബൈഅത്ത് ചെയ്യാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ ദുർമാർഗത്തിലാണ് അവൻ മരിച്ചിരിക്കുക. മുസ്ലിം 1851 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണങ്ങിയ മുന്തിരിക്കുല പോലെ ശിരസ്സുള്ള നീഗ്രോ അടിമയാണ് ഭരണാധികാരിയായി നിയോഗിക്കപ്പെട്ടതെങ്കിലും അയാൾ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ബുഖാരി 13:108 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ദാരിദ്ര്യാവസ്ഥയിലും ഐശ്വര്യാവസ്ഥയിലും സന്തോഷത്തിലും സന്താപത്തിലും നിന്നെ മറികടന്ന് അവൻ അനർഹർക്ക് മുൻഗണന നൽകിയാലും നീ അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും വേണം. മുസ്ലിം 1836 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ ഒരിടത്തിറങ്ങി. ഞങ്ങളിൽ ചിലർ തമ്പു നന്നാക്കുന്നു, ചിലർ ആയുധ പരിശീലനം നടത്തുന്നു, ചിലർ കാലികളെ തീറ്റുന്നു. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ എത്തിച്ചേരാനുള്ള വിളി മുഴങ്ങിയത്. ഞങ്ങളെല്ലാവരും തിരുസന്നിധിയിൽ ഒത്തുചേർന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, തനിക്ക് അല്ലാഹു അറിയിച്ചു തന്ന നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാനും തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യാനുമുള്ള ബാധ്യതയുമല്ലാതെ ഒരു നബിയും നിയോഗിതനായിട്ടില്ല. നിങ്ങളുടെ ഈ സമുദായത്തിൽ ക്ഷേമം ആദ്യമുള്ളവർക്കാണ് പിൻഗാമികൾക്ക് വിപത്തും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും. ചില ഫിത്നകളും അവർ അനുഭവിക്കേണ്ടി വരും. അവയിൽ ചിലതിനെ അപേക്ഷിച്ച് നിസാരമെന്ന് തോന്നിയേക്കാം. ഇതെന്നെ നശിപ്പിച്ച് കളയുമെന്ന് അപ്പോൾ സത്യവിശ്വാസികൾ പറയും. അത്രയും ഗുരുതരമായിരിക്കുമത്. പക്ഷേ അതങ്ങ് നീങ്ങിപ്പോകും. പിന്നെ മറ്റൊരു കുഴപ്പവും വരും. അപ്പോൾ സത്യവിശ്വാസി പറയും, ഇത് മുമ്പത്തേക്കാൾ കഠിനമാണ്, ഇതെന്നെ നശിപ്പിച്ചേക്കും. അതിനാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗപ്രവേശനം ലഭിക്കാനും ആഗ്രഹമുള്ളവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും തനിക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് മരണപ്പെട്ടുകൊള്ളട്ടെ. ആത്മാർത്ഥതയോടെ നേതാവിനോട് ബൈഅത്ത് ചെയ്തവൻ കഴിയും വിധം അതനുസരിച്ചു കൊള്ളട്ടെ. ആ ഇമാമിനെ എതിർക്കാൻ മറ്റൊരാൾ വന്നാൽ അവനെ ഗളച്ഛേദം നടത്തട്ടെ. മുസ്ലിം 1844 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ സലമാ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, തങ്ങളുടെ അവകാശം ചോദിച്ചു വാങ്ങുകയും ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന ഭരണകർത്താക്കളാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തന്നാലും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാതെ തിരിഞ്ഞു കളഞ്ഞു. സലമാ റളിയല്ലാഹു അൻഹു ചോദ്യം ആവർത്തിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. അവരിൽ അർപ്പിതമായത് അവരുടെ ബാധ്യതയും നിങ്ങളിൽ അർപ്പിതമായത് നിങ്ങളുടെ ബാധ്യതയുമാണ്. മുസ്ലിം 1846 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം എനിക്ക് ശേഷം ചില പരിഗണനകളും നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. എനിക്ക് ശേഷം ചില പരിഗണനകളും നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അനർഹർ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് സാരം. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ,
അത്തരം അനുഭവം ഉണ്ടായാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് കൽപ്പിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ നിർവഹിക്കുക, നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുക. ബുഖാരി 13:4 മുസ്ലിം 1843 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനുമാണ്. അമീറിനെ അനുസരിക്കാത്തവൻ എന്നെ അനുസരിക്കാത്തവനാണ്. ബുഖാരി 13:99 മുസ്ലിം 1835 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ അമീറിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ വെറുക്കേണ്ടി വന്നാൽ ക്ഷമ കൈക്കൊള്ളുക. കാരണം ഭരണാധികാരി അനുസരിക്കുന്ന കാര്യത്തിൽ ഒരു ചാൺ പുറത്തുപോയവൻ അനിസ്ലാമിക പ്രകൃതത്തിൽ മരിക്കേണ്ടി വരുന്നതാണ്. ബുഖാരി 13:5 മുസ്ലിം 1849 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭരണകർത്താവിനെ നിസാരമാക്കുന്നവൻ അള്ളാഹുവിനെ നിസാരമാക്കുന്നവനാണ്. തിർമിദി 2225 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടില്ല. കുറെ ഹദീസുകൾ നമ്മൾ മുമ്പ് പറഞ്ഞ അധ്യായങ്ങളിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭരണകർത്താക്കൾ അനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവര് ഹറാമായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ മാത്രം അതിൽ നിന്ന് പിന്തിരിയുകയും അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭരണകർത്താക്കളെ അനുസരിക്കേണ്ടത്, അത് ആര് തന്നെ ഭരണകർത്താക്കളായി കടന്നു വന്നാലും അവരനുസരിക്കണമെന്നാണ് വിശുദ്ധമാക്കപ്പെട്ട പ്രവാചകൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മളെ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവര് ആരായിരുന്നാലും ശരി, അവർ അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് മുസൽമാന്റെ ബാധ്യതയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ചിന്തിക്കുക, നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ ഉള്ള ഖാദിമാര് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജിതരിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരാജിതരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരോടും ദുആ കൊണ്ട് ഈ പാപിയെ നിങ്ങളെല്ലാവരുടെ ദുആയിലും ഉൾപ്പെടുത്തണമെന്ന് വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.